പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് നടപടികൾ ഇപ്പോൾ ഏതായാലും പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള 83-ാം ബൂത്തായ കുന്നത്തൂർ മേട്ടിലെ സ്കൂളിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആളുകളെല്ലാം ചൂട് കാരണം രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. പക്ഷേ ചില കാരണങ്ങൾ മൂലം ഇവർക്ക് വോട്ടിങ്ങിൽ ചെറിയൊരു തടസ്സം അല്ലെങ്കിൽ സമയം വൈകുന്നതായാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ ആളുകൾ ആരോപിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂടെ എത്തിയത്? 7:05 ഇപ്പോൾ 8:40 1.25 മണിക്കൂറായി ഞങ്ങൾക്ക് തുടങ്ങിയത്. വയസ്സായവരൊക്കെ മയങ്ങി വീഴുക, ഭയങ്കര പ്രശ്നം. വെള്ളമില്ല, കുടിവെള്ളമില്ല കുടിക്കാൻ. അതായത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അത് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കൂടുതൽ വോട്ടർമാർ ആകർഷിക്കണം, അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. ഈ ലോക്കൽ ഗവൺമെൻറ് അട്ടർ ഫെയിലിയറാണത്. 1.5 മണിക്കൂറിൽ എത്ര പേർ വോട്ട് ചെയ്യുന്ന അറിയില്ല. ഞാൻ എന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു 1 hour 40 minutes ആയി. ഒരു ഇതുമില്ല. ഒരു ബേസിക് കുടിക്കാൻ വെള്ളമോ ഇരിക്കാനുള്ളതോ ഒന്നും ചെയ്തിട്ടില്ല. വോട്ടർമാർ ഇവിടേക്ക് എത്തിയ രാവിലെ ഏകദേശം ഇവർ 7 മണിയോടുകൂടി ഇവിടേക്ക് എത്തിയതാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സമയം 8:30 മണി പിന്നിടുന്നു. ഇതുവരെയും ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ പ്രദേശത്തെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു പോളിംഗ് വൈകാൻ കാരണം? ഇത്രയും ആളുകൾ പരിചയക്കുറവാണെന്ന് തോന്നുന്നു. വളരെയേറെ മന്ദഗതിയിലാണ് പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂറായി ഒരു 70-75 വോട്ട് ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. വളരെ മന്ദഗതിയിൽ. 1400 വോട്ടുണ്ട് ഈ ബൂത്തിൽ. 1465 വോട്ടുണ്ട്. പ്രായമുള്ളവരാണ് അധിക പേരും. ആ കണക്ക് പോലും ഈ ഇലക്ഷന് നടന്നുള്ള 85 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പോസ്റ്റൽ വോട്ട് പോലും കണക്ക് പോലും എടുത്തിട്ടില്ല. പലരും ഇവിടെ ഇരിക്കുന്നവർ 85-90 വയസ്സുള്ളവരാണ്. അവരെല്ലാം ഈ ലൈനിൽ വന്ന് നിൽക്കുകയാണ് രാവിലെ തന്നെ. അതുപോലെ തന്നെ ജോലിക്ക് ആവശ്യമായി വരുന്നവർ രാവിലെ 7 മണിക്ക് 7:05 വന്നവർ ഇപ്പോഴും ലൈനിൽ നിൽക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ ഒരു പരിചയക്കുറവാണ്. അതുപോലെ അടിസ്ഥാന സൗകര്യമായ ഒരു പന്തലോ കുടിവെള്ളമോ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് നമ്മൾ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിലെ ഈ മുറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ മുറ്റമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ സ്കൂളിൻ്റെ പുറത്ത് റോട്ടിൽ വരെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരേപോലെ പറയുന്നത് ഇവിടെ പോളിംഗ് വൈകുന്നു എന്നാണ്. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മൂലമാണ് ഇത്തരത്തിൽ പോളിംഗ് വൈകുന്നു എന്നാണ് നാട്ടുകാരും വോട്ടർമാരെല്ലാവരും ആരോപിക്കുന്നത്. എത്ര നേരമായി ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിട്ട്? ഒരു 1.25 മണിക്കൂറായി. ഒരനുകൂല 7 മണിക്ക് വന്നതാണ്. ഇപ്പോൾ 9 മണിയായെന്ന് തോന്നുന്നു. ചൂടൊക്കെ കൂടാൻ വേണ്ടി പോകണേ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചൂട് കൂടും. അപ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരുന്നതിൽ ഒരു ആശങ്കയുണ്ടല്ലോ. പിന്നെ മെസ്സേജിൽ കണ്ടു പന്തലിട്ട് തരുന്നൊക്കെ, അതൊന്നും ഇവിടെ കാണുന്നില്ല. ഏതായാലും ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വോട്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ ഈ ബൂത്തിലുള്ള അല്ലെങ്കിൽ ഈ ബൂത്ത് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഈ 83-ാം ബൂത്തിൽ ഒരുക്കിയിട്ടില്ല. വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെല്ലാവരും ഇപ്പോൾ ഈ പാലക്കാട്ടെ ചൂടിൽ തന്നെ പുറത്ത് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിചയക്കുറവ് മൂലം വോട്ടിങ്ങും വൈകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.